മുൻ അക്കൗണ്ടന്റ് ജനറൽ ജെയിംസ് കെ ജോസഫിനെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായാലും നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആകെ ഞെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തളർന്നിരിക്കുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം തന്നെ. നിരവധി മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ അക്കൗണ്ടന്റ് ജനറലായി പ്രവർത്തിച്ച അദ്ദേഹം KSRTC MD ആയും KCDC MD ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. ദീപികയുടെ മാനേജിംഗ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഓടിയെത്തിയിരിക്കുകയാണ്. പൊൻകുന്നം കരിക്കാട്ടുകുന്നേൽ മുൻ വിദ്യാഭ്യാസ ഡയറക്ടർ MB ജോസഫിന്റെ മകനാണ് അദ്ദേഹം. ഭാര്യ ഷീല ജെയിംസ്. അദ്ദേഹത്തിന്റെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാം എത്തിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിഷയത്തിലേക്ക് പോകാം. നേരത്തെ സംസ്ഥാന അക്കൗണ്ട് ജനറൽ ജെയിംസ് ജോസഫ് സാറ് ഇന്നലെ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാനും അദ്ദേഹമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹം കേരളത്തിലെ AG ആയിരുന്നു, അക്കൗണ്ട് ജനറൽ ആയിരുന്നു. അന്ന് ഞാൻ സർവീസിലുണ്ട്. കൂടെ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ അത് അക്കൗണ്ട് ജനറലായി. അത് അൽഫോൻസ് ചോയ്സ് കണ്ണന്താനൊക്കെ അദ്ദേഹത്തിന്റെ ബാച്ച്മേറ്റ് ആണ്. എങ്കിലും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം കണ്ണന്താനം ആയിട്ട് ചേർന്ന് ഇവിടെ തിരുവനന്തപുരം കരകുളത്തിനടുത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ കരകുളത്ത് അദ്ദേഹം ഒരു റെസിഡൻഷ്യൽ സ്കൂള് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലമെടുത്തു. അതുമായിട്ട് ബന്ധപ്പെടുത്താണ് എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ അത് മെറ്റീരിയലൈസ് ചെയ്തില്ല. ഇനിയിപ്പം അത് ഒരു ട്രസ്റ്റിന്റെ പേരിലായതുകൊണ്ട് ചിലപ്പം അത് നടന്നു പോകാൻ സാധ്യത. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു റെസിഡൻഷ്യൽ സ്കൂള്. അതായിരുന്നു ഒരു ജീവിത അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അംബീഷൻ. അതിന് സ്ഥലം എടുക്കുകയും ചെയ്തു. പക്ഷേ അത് മുന്നോട്ട് പോയില്ല. കാരണം അതിനകത്ത് കുറച്ച് ലിറ്റിഗേഷൻ കേസുകളൊക്കെ വന്നു. ഇന്നലെ ഇപ്പോൾ കേസൊക്കെ എൻ്റെ അടുത്ത് വന്ന ശേഷം കുറച്ചെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതൊരു സെറ്റിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലിടയ്ക്കാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ അളിയനെ ബേബി ജോൺ സാറിൻ്റെ പഴയ മന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ, അവരോടൊക്കെ എൻ്റെ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പം വലിയ വിലമതിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായിട്ടും ആ രംഗത്ത് പ്രവർത്തിച്ച പലർക്കും അതൊരു നഷ്ടബോധമായിട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളോടും ഞാൻ എന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. സാർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ കരുണാകരനായിട്ടുള്ള ഒരു വിവാദം കാര്യങ്ങളൊക്കെ ചർച്ചാ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ശക്തമായ നിലപാടുകൾ, അതിനെ കുറിച്ച് എന്താണ് സാർ പറയാറുള്ളത്? അത് രാഷ്ട്രീയമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നത്. പക്ഷെ വ്യക്തമായിട്ട് പല കാര്യത്തിനും അദ്ദേഹത്തിന് ചില തീരുമാനങ്ങളുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറൂല. അതുകൊണ്ടാണ് കരുണാകരൻ സാറുമായിട്ടുള്ള ആ റിഫ്റ്റൊക്കെ വരാനുള്ള കാര്യം. എന്നുവെച്ചാൽ പൊതുവെ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ഹൃദയമുള്ള ആളാണ്, എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ്. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മനസ്സുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഗൾഫിലൊക്കെ പോയി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൂടെ പോയി പണമെല്ലാം കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, അതൊരു റെസിഡൻഷ്യൽ സ്കൂള്. അതിനകത്ത് തീർത്തും പാവപ്പെട്ട ആൾക്കാർക്കൂടെ അവരുടെ മക്കൾക്കൂടെ ആ റെസിഡൻഷ്യൽ സ്കൂളിൽ സൗകര്യം ചെയ്യത്തക്ക രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം. അത് കാരണം അതൊക്കെ എൻ്റെ അടുത്ത് ധാരാളം സമയത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് മെറ്റീരിയലൈസേഷൻ ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം അത് തന്നെയായിരുന്നു. അതെ, അത് സാധിച്ചു. അദ്ദേഹം കടന്നുപോയി. അതിൽ നമുക്കൊക്കെ വിഷമമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ? എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് വർഷങ്ങൾ കൂടെയുള്ള ഒരാളാണ് സാർ. അപ്പോ എന്താണ് പറയാനുള്ളത്? എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ബേസിക്കലി അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം INS സർവീസിലായിരുന്നു. ആൻഡ് ദെൻ ഹി വാസ് എൻ എക്സ്ട്രീംലി എഫിഷ്യന്റ് ആൻഡ് ഫിയർലെസ് ഓഫീസർ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം സിവിൽ സർവീസിലെ സർവീസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ KSIDCയുടെ MD ആയിട്ടും അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷനിൽ ഐ തിങ്ക് ഹി സെർവ്ഡ് ആസ് KSIDC MD. ആൻഡ് അതിനുശേഷം ഐ തിങ്ക് ഹി ഹാസ് ഓൾസോ ഡൺ വേറെ ഒരു കേരള ഗവൺമെന്റിന്റെ തന്നെ വേറെ ഏതൊരു ഓർഗനൈസേഷനിൽ ഇവിടെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അപ്രോച്ചിലാണെന്നുണ്ടെങ്കിലും ഹി വാസ് വെരി അപ്രൈറ്റ്, വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് വെരി ഫിയർലെസ് ഓഫീസർ. അപ്പൊ ആക്ച്വലി അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് തന്നെ ഒരു നഷ്ടമാണ്. ആൻഡ് ഹി വാസ് എ വെരി ഫൈൻ പേഴ്സൺ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, കേരളം വളരെയധികം റെസ്പെക്ട് ചെയ്തിട്ടുള്ള പഴയ മിനിസ്റ്റർ ആയിരുന്ന
കൊല്ലത്തിന്റെ സ്വന്തം ബേബി ജോണിന്റെ ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സണ്ണിലാണ്. ആൻഡ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ധീരനായിട്ടുള്ള ഒരു തൊഴിലാളി നേതാവ് പിന്നെ മിനിസ്റ്റർ ആയതായിരുന്നു മിസ്റ്റർ ബേബി ജോൺ. അദ്ദേഹത്തിന് സണ്ണിലാണ്. പക്ഷെ ആ സണ്ണില്ല എന്നുള്ളതല്ല, ഹി വാസ് വാട്ട് ഹീസ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോ ഒന്ന് മികച്ചത് തന്നെ. CPM കാരനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിയമസഭയിലൊക്കെ അദ്ദേഹം ആ ഒരു അക്കൗണ്ട് ഒക്കെ നിരത്തി ബാക്കിയുള്ള മുഖം നോക്കാണ്ട് പ്രതികരിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു. അദ്ദേഹം പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ കളർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും ഫേവറിന് വേണ്ടിയിട്ടോ പറയാറില്ല. ഹി വാസ് എനിക്ക് പറയാനുള്ളത്, ഹി വാസ് എ വെരി ഫിയർലെസ് ബ്യൂറോക്രാറ്റ്. ഞാൻ ഈ ജെയിംസ് ജോസഫുമായിട്ട് ഒരു 25-30 ഇയേഴ്സ് ബന്ധം, പക്ഷെ 35 ഇയേഴ്സ് നമുക്ക് ബന്ധമുള്ള. പക്ഷെ ജെയിംസ് ജോസഫ് പറഞ്ഞാൽ അക്കൗണ്ട് ജനറലും എല്ലാം ഭയങ്കര പൊസിഷനുള്ളതായിരുന്നു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് യാതൊരു ഇതുപോലൊരു ഡെഡിക്കേറ്റഡ് സിൻസിയർ ഓപ്പണായിട്ട് ഇതുപോലൊരു വ്യക്തിയെ കണ്ടുകിട്ടാൻ ഇത്രയും പൊസിഷൻ ഉണ്ടെങ്കിൽ യാതൊരു എല്ലാവരും സാധാരണക്കാരുമായിട്ട് ഓഫീസിലായാലും എവിടെയായാലും എനി ഹെൽപ്പ് ഇതുപോലെ വേറൊരു വ്യക്തി എൻ്റെ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടം പോലെ ഞാൻ പ്രസിഡന്റ് എത്ര ആൾക്കാരുണ്ട്, പക്ഷെ ഇതുപോലൊരു ആൾക്കാരോട് ഇടപെടുന്ന പുള്ളി ഒരു വളരെ നാച്ചുറലായിട്ട് ഇനിയിപ്പോൾ ആരും എന്ത് ചോദിച്ചാലും അവിടെ പുള്ളി ചെയ്തിരിക്കും. ഇതാണ് അങ്ങനെ ഒരു മെന്റാലിറ്റി. അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണാൻ ഇത്രയും പൊസിഷനുള്ളതാണ്. ഗ്രാൻഡ് ഡോട്ടർ UK-യിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് ജെയിംസ് അങ്കിൾ എന്നാ പറയുന്നത്. പക്ഷെ ജെയിംസ് അങ്കിള് ഈ മോടെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് പുള്ളി കേക്കുമായിട്ട് അവിടെ വന്നു ബർത്ത്ഡേ. അപ്പൊ ആ കൊച്ചുമോള് ഈ 18 വയസ്സേ ഉള്ളൂ. ഇപ്പൊ ഈ UK-ന്ന് ഇത് കേട്ടപ്പോഴത്തേ പറയാണ്. അപ്പൊ പുള്ളി അപ്പൊ അവരുടെ ഫീലിങ്സ് അപ്പൊ പറയാ കല്യാണം ജെയിംസ് പറയായിരുന്നു മോളെ എനിക്ക്. അപ്പൊ ഈ മോള് പറഞ്ഞു എന്റെ കല്യാണം കൂടും, അപ്പൊ മോളെ കൊണ്ട് എയർലി ആക്കണമെന്ന്. അപ്പൊ ജെയിംസ് പറഞ്ഞു തീർച്ചയായിട്ടും വരും. അപ്പൊ ആ മോക്കൊക്കെ UK-യിലായിട്ട് വരും ആ ജെയിംസിനുള്ള ബന്ധം. അപ്പൊ കരച്ചില്ല ഇവിടെ അപ്പൊ അതുപോലെ റിലേഷൻഷിപ്പാ. പുള്ളി തന്നെ കേക്കുമായിട്ട് അവിടെ വരും, വീട്ടിൽ വന്നു. ഞങ്ങളെ നെയ്ബേഴ്സാണ്. അപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് ആ ഒരു പിള്ളേരുമായിട്ട് പോയി. പ്രൊഫഷൻ എല്ലാവരോടും പുള്ളി എല്ലാവരും ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ സാധാരണക്കാരൻ പുള്ളി ഒരു അടുത്തൊരു കടയിലെ ഇപ്പൊ ഒരു അവിടെ കടയിലുള്ളതിനോട് നോക്കണം. ചിലപ്പോ ഒരു ചായ മേടിച്ച് ഇപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടി പുള്ളി ചായ ആവശ്യമില്ല, എന്നാലും അവനുമായിട്ട് മിക്സ് ചെയ്തൊരു ചായ അവിടുന്ന് കുടിക്കും. ഒരു ചായക്കട അങ്ങനെ ഒരു രീതിയായിരുന്നു. അല്ലാതെ ഒരു ചെയ്യാന്നുള്ള അങ്ങനെ ഒരു പ്രശ്നമില്ല. സാധാരണക്കാരുമായിട്ട് എല്ലാ റോഡിൽ കൂടെ പോകുന്നു. ഞാനും ജെയിംസും കൂടെ ഒരു 10-20 വർഷമായിട്ട് ഒരുമിച്ച് നടന്നാവും മോർണിംഗ് വാക്ക്. ആരെ കണ്ടാലും പുള്ളി എന്തൊരു ലോഹ്യം പറയാതെ പോകുന്നുണ്ട്. സാധാരണക്കാർ അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. അല്ലാതെ എന്നുള്ള യാതൊരു ഇതുമില്ല. പാമോയില് ആഷു അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ പുള്ളി ഇതൊക്കെ ചെയ്തു. പിന്നെ അതെല്ലാം പുള്ളി വളരെ യാതൊരു കറപ്ഷനോ ഒരു ഇതുള്ള മുഖത്തുള്ളത് നോക്കി പറയും. ഏതാ ഇല്ല അങ്ങനെ ആ പാമോയിലൊക്കെ പുള്ളി അന്നും ഏതാ പുള്ളിയാണെങ്കിൽ ബേബി ജോൺ ഇതൊക്കെ കണക്ഷൻ ഉണ്ടായിട്ട് പോലും പുള്ളി പക്ഷെ ഓപ്പണായിട്ട് പറയുന്ന മുഖത്ത് നോക്കി. അതാണ് അതിനകത്ത് പുള്ളിയുടെ വലിയൊരു ക്വാളിറ്റി. ഒന്നിനും കൂട്ടു നിൽക്കുന്നത്, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന പ്രശ്നമേ അതാണ് പുള്ളിയുടെ വലിയ ക്വാളിറ്റി. മരണം വരെ സൂക്ഷിച്ചിരുന്ന ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും അതൊരു ഭയങ്കര പുള്ളിയുടെ. ഇവിടെ തന്നെ പലരും ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പുള്ളിയുടെ ലീഡർഷിപ്പാണ് ഇവിടെ എല്ലാം ഞാൻ എടുക്കാൻ പോയി എല്ലാം അങ്ങനെ ഒരു അറ്റാച്ച്. എനിക്ക് ഞാൻ പോലും സാധാരണ അങ്ങനെ ആരും മരിച്ചാൽ ഇന്ന് എനിക്ക് പുള്ളിയെ മരിച്ചു നമുക്കൊരു മനസ്സിൽ തന്നെ ഒരു കരച്ചിൽ പോലെ അതുപോലെ ഒരു അറ്റാച്ച്ഡ്. നമുക്കിപ്പോ ഏത് സമയം ഇവിടെ വീട്ടിൽ കയറി വരാനും പുള്ളി അതുപോലെ തന്നെ അങ്ങോട്ടും വരും. അങ്ങനെ നമുക്കൊരു സ്വന്തം ഒരു ബ്രദർ പോലെ. അവസാനമായി കണ്ട നിമിഷങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ അവസാനമായിട്ട് ഞാൻ ഹോസ്പിറ്റലെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തു, ഇതെല്ലാം കൊണ്ട് ഞാനപ്പോ ഹോസ്പിറ്റലിൽ ICUവിന്റെ അകത്ത് ചെന്നപ്പോഴേ അപ്പൊ പുള്ളിക്ക് ആ കുരുളയല്ലേ ആ ലാസ്റ്റിൽ നമ്മുടെ പേരൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ഒരുപാടായിട്ട് രോഗബാധിതനായിട്ടായിരുന്നു. 1.5 മാസമായിട്ട് കിടന്ന് ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയി ഈ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് എല്ലാം പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ഓരോ സംഭവിക്കേണ്ട സംഭവിച്ചു.
ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു. പിന്നെ ഞാൻ ICU കയറി കണ്ട, പിന്നെ എന്നാലും ആ ഫ്രണ്ട്ഷിപ്പ് കൂടി ഉണ്ടല്ലോ. അപ്പോഴും കണ്ടപ്പോൾ നമ്മുടെ പേര് ഒരു പ്രശ്നമില്ല. അവസാനം വരെ ഇവര് മുറി കിടന്നപ്പോഴ് എല്ലാവരും പിള്ളേരെല്ലാം ഒരുമിച്ച് അടുത്ത് നിന്നപ്പോഴാണ് മരിച്ചത്. എല്ലാവരും പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു അവിടെ കൂടെ നിന്ന്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയോടുകൂടി ഇത് എല്ലാവരും മരിക്കുമ്പം എല്ലാവരും ഒരുമിച്ച് പിള്ളേർ അടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അവര് പ്രാർത്ഥിച്ച് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണ്? ഏറ്റവും ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം മനസ്സിൽ എങ്ങനെ ഉണ്ടാവുമല്ലോ? മനസ്സിന്ന് പറഞ്ഞാല് നമ്മളെ ഒരു എമർജൻസി എന്ത് പ്രശ്നം, നമുക്കൊരു പേഴ്സണൽ പ്രശ്നം വന്നാലും പുള്ളി നമ്മുടെ കൂടെ നിൽക്കും. ഇനി എന്നാ ഈ വൃത്തിയുടെ എന്താന്ന് പറഞ്ഞാലും പുള്ളി അത് പറയുന്നത് അതൊക്കെ ഓരോ പ്രൈവറ്റ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ. എന്തിനും പുള്ളി റെഡി ആയിട്ട് നിൽക്കും. അതാണ് പുള്ളിയുടെ എന്ത് നമുക്കൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പുള്ളി അവിടെ എന്ത് പ്രശ്നമാണ് നമ്മുടെ കൂടെ കാണും. അതാണ് പുള്ളിയുടെ ക്വാളിറ്റി. ജെയിംസ് ജോസഫ് എൻ്റെ വളരെ അടുത്ത ബന്ധുവും അതിനപ്പുറം അടുത്ത സുഹൃത്തുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ല ഹൃദയവിശാലതയും സ്നേഹവും കാട്ടുന്ന ഒരാളായിരുന്നു. ഉദ്യോഗത്തിൽ തന്നെ വളരെ നീതിപൂർവമായും കാര്യക്ഷമമായും കാര്യങ്ങൾ നടത്തുമായിരുന്നു. പക്ഷെ നീതി എന്ന് പറയുന്നത് അതിനപ്പുറം സ്നേഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള സന്ദേശവും അദ്ദേഹം ഉൾക്കൊണ്ടു. അതുകൊണ്ട് ധാരാളം ആളുകളെ സഹായിക്കുന്നതിനും ട്രാൻസ്ഫർ കൊടുത്തും മറ്റു തരത്തിലും ഉദ്യോഗം കൊടുത്തും ഒക്കെ പലതരത്തിലും ആളുകളെ എപ്പോഴും സഹായിക്കുമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും നല്ല ശുഷ്കാന്തിയും നല്ല എപ്പോഴും നല്ല ഊർജ്ജസ്വലനായിരുന്നു എപ്പോഴും. പിന്നെ മനുഷ്യരുടെ സ്നേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ആരെയും ഒരു സംശയദൃഷ്ടിയോടെ കാണുകയോ അല്ലെങ്കിൽ മറ്റാളുകളിലെ വിശ്വാസ്യത ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയോ ഒരിക്കലും ചെയ്തില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ പുള്ളി അദ്ദേഹം കബളിക്കപ്പെട്ട് കാണും. എന്നാൽ പോലും മറ്റുള്ളവരെല്ലാവരെയും ഒരു തുല്യരായി കണക്കാക്കി എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും തുറന്ന മനസ്സോടെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വമായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കാം? അദ്ദേഹത്തിൻ്റെ കൂടെ ഓർമ്മകൾ ധാരാളം ഉണ്ട്. ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് IAS വളരെ പുരാതനമായ കാര്യമാണ്. എനിക്ക് IAS പരീക്ഷയിൽ പാസ്സായി എനിക്ക് IASലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അദ്ദേഹം എൻ്റെ ഒരു 3-4 വർഷം ജൂനിയറായിരുന്നു കോളേജിലുമൊക്കെ. ഞാൻ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, ജെയിംസ് ജോസഫ് എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായിരുന്നു. അപ്പോൾ എനിക്ക് IAS കിട്ടി എന്നുള്ളപ്പോൾ അത് പുള്ളിക്ക് വലിയ ഉത്തേജനം നൽകുകയും അതാണ് അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് വോളണ്ടിയർ സർവീസിലേക്ക് മത്സരിക്കാനുള്ള കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്ക് അല്ലാതെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വന്തം ബന്ധു അടുത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടിയല്ലോ, എന്നാൽ പിന്നെ എനിക്കും ശ്രമിച്ചു നോക്കാം, എനിക്കും സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം കിട്ടിയത് ഞാൻ IAS പ്രവേശിച്ചതിന് ശേഷമാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണൊരു ഓർമ്മ എടുത്തു പറയാനുള്ളത്. ധാരാളം സമയങ്ങളിൽ അദ്ദേഹമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. എപ്പോഴും മറ്റാളെ കുറിച്ച് കുറ്റം പറയുന്നൊരു സ്വഭാവമില്ല. അതാണ് ഏറ്റവും വിശിഷ്ടമായൊരു കാര്യമായിട്ട് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കരുണാകരന്റെ മുൻ മുഖ്യമന്ത്രി നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിനപ്പുറമുള്ള രാഷ്ട്രീയ പെരുമാനം കൽപ്പിക്കാവുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാനിടയുണ്ടായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടാവില്ല, അതിലൊന്നായിട്ട് ഞാൻ കണക്കാക്കും. We've known James since a long time, and we have been close neighbors for more than 40 years. He's a very helpful person, and any request that is made to him, he will help immediately. It's not that he will delay his help also. And I think he's been a very efficient person at his workplace. We've always heard very good reports about him, and I think his writing and organizational skills are par excellence. So we've shared very good relationships together. his political ways. We've not really been involved with his politics, so we've been on friendly, neighborly basis, and his mom is related to the family, so we've always maintained cordial relationships with my husband's parents, and that has carried on.
ക്ലോസ് അത്രയും ക്ലോസ് ആയിട്ട് മെമ്മറി? We used to come here on holidays. We were abroad, and when we come, we've shared good times together. Our children, their children have been together, played together in this compound. So we really cherish good memories of those days. Yesterday morning, I used to call him. I used to comment it. He is very efficient and fully, physically, mentally, all the ways. He was very totally well prepared person. Bhangaram, strong. What do you call? Personality. I can say that. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. About all his places where he worked in the Deepika Patram, KICDC, Kerala State Transport, as a AG, where all he sat. Then he has sat in Cochin Port also, I think so. All he shares his experience there. He's a wonderful person, you can say. So, he's a very good neighbor also of us. Now, we lost him. That's it. One day we all have to go. One day.